ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ, സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ വെറും സ്റ്റോക്കിന്റെ പേര് മാത്രം കേട്ടിട്ട് സ്റ്റോക്ക് പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടസാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സ്റ്റോക്കിനെ കുറിച്ച്, ഏത് സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്, മാർക്കറ്റിനെ കുറിച്ചുള്ള വ്യൂ എന്താണ്, ഏത് സ്റ്റോക്കൊക്കെ പെർഫോം ചെയ്യുന്നത്, ഏതൊക്കെയാണ് നോൺ പെർഫോമിങ്, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ പോർട്ട്ഫോളിയോ ആണ് ബിൽഡ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്ക് മാത്രമല്ല, നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡിംഗ് ആണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിലേക്ക് വരാം. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? മെയിനായിട്ട് നിഫ്റ്റി ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,500 അടുത്താണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഒരു മാസത്തെ പെർഫോമൻസ് നോക്കി നോക്കാം. ഫെബ്രുവരി 7-ാം തീയതി മുതൽ മാർച്ച് 7-ാം തീയതി വരെ. ഫെബ്രുവരി 8-ാം തീയതി എത്രയായിരുന്നു നിഫ്റ്റി? ഏകദേശം 21,700 ലെവലിൽ നിന്ന് ഇന്നിപ്പോ 22,500 വരെ എത്തി. ഈ സെയിം ടൈം നമ്മുടെ സ്മോൾ ക്യാപ് 100 ഇൻഡെക്സ് എത്രയായിരുന്നു? 16,700 ആയിരുന്നു ആ സമയത്ത്. ഇപ്പോൾ സ്മോൾ ക്യാപ് 100 ഇൻഡെക്സ് എത്രയാണ്? 15,700 അടുത്ത്. അപ്പോൾ സ്മോൾ ക്യാപ് 100 ഇൻഡെക്സ് 1000 പോയിന്റ് കറക്റ്റ് ചെയ്ത സമയത്ത് നിഫ്റ്റി 50 700 പോയിന്റ് മുകളിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? സ്മോൾ ക്യാപ്പിൽ നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്, ഒരു കറക്ഷനും വരുന്നുണ്ട്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഒന്ന്, സ്മോൾ ക്യാപ്പിൽ ഒരുപാട് പ്രോഫിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റീറ്റെയിലേഴ്സ് ആയാലും ശരി, FIIs ആയാലും ശരി, DIIs ആയാലും ശരി, ഒരുപാട് പ്രോഫിറ്റ് തന്ന ഒരു സെഗ്മെന്റ് ആണ് സ്മോൾ ക്യാപ്സ്. അപ്പൊ അതിലത്തെ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബി ആൻഡ് RBI ഇന്റർവെൻഷൻ ഇടപെടലുകളൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ അതിലുള്ള എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ വായിച്ചതാണ്. അതൊരു കാരണമായിരിക്കാം. മൂന്നാമത്തത് ചിലപ്പോൾ ഇയർ എൻഡ് ആയിട്ടുള്ള ഫിനോമിനയായിട്ട് DIS ഇതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പൊ ഈ സ്മോൾ ക്യാപ്പിലുള്ള ഈ കറക്ഷനും പ്രോഫിറ്റ് ബുക്കും അങ്ങനെയൊക്കെ കുറച്ചും കൂടി തുടരാമെന്നാണ് എന്റെ വ്യൂ. അതുകൊണ്ട് തന്നെ ഞാനും എന്റെ പോർട്ട്ഫോളിയോയിലുള്ള നല്ല നല്ല പ്രോഫിറ്റ് ഉള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇനി എന്തായാലും എന്റെ അഭിപ്രായം തന്നെയാണ്, സ്മോൾ ക്യാപ്പ് ഒരു ലോങ് ടേം ബുൾ മാർക്കറ്റിലാണ്. സ്മോൾ ക്യാപ്പ് ആയാലും മിഡ് ക്യാപ്പ് ആയാലും ലാർജ് ക്യാപ്പ് ആയാലും ഇതെല്ലാം ലോങ് ടേം ബുൾ മാർക്കറ്റിലാണ് എൻറ്റയർ മാർക്കറ്റ്. അതിൽ സ്മോൾ ക്യാപ്പും പെടും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, എന്തായാലും ഈ മാർച്ച് ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ ഇനി കൂടുതൽ കറക്ഷൻ ഉണ്ടാവും, നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് നിലനിർത്താനായിട്ട് ഞാനത് ഒരുവിധം 70-80% സ്റ്റോക്കുകളിലെ പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്തു. ഇനി ഏപ്രിൽ മാസം അല്ലെങ്കിൽ മെയ് മാസത്തിൽ വീണ്ടും സെയിം സ്റ്റോക്സ് അല്ലെങ്കിൽ സെയിം സ്റ്റോക്സ് എന്തായാലും വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. കാരണം അതെല്ലാം നല്ല സ്റ്റോക്കുകളായിരുന്നു ഞാൻ വിറ്റതും. വിൽക്കാനുള്ള ഒരേ ഒരു കാരണം ഇപ്പോഴത്തുള്ള ഒരു അൺസർട്ടനിറ്റിയാണ്. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വിറ്റ പോർട്ട്ഫോളിയോക്ക് എനിക്ക് ഏകദേശം ഈ കഴിഞ്ഞ 1-1.25 വർഷത്തിനുള്ളിൽ 100%-ലധികം റിട്ടേൺ കിട്ടുകയുണ്ടായി. ആ പ്രോഫിറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ പോർട്ട്ഫോളിയോ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ പോലെ അന്ന് ചെയ്ത പോർട്ട്ഫോളിയോയുടെ പ്രോഫിറ്റാണ് ഞാനിപ്പോൾ ബുക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വെരിഫൈഡ് PNL വേണമെങ്കിൽ അതും തരാം, അതൊന്നും കുഴപ്പമില്ല. കാരണം ഈ ഇയർ എൻഡ് ഒന്ന് കഴിഞ്ഞോട്ടെ, അത് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും തരാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ അടുത്ത് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തില്ലേ 20 സ്റ്റോക്കിന്റെ, ആ സ്റ്റോക്കുകളൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിന് ശേഷം നമുക്ക് അതിന്റെ പെർഫോമൻസ് നോക്കാം. പിന്നെ അപ്പൊ നമുക്ക് ലാസ്റ്റ് വീക്കിലുള്ള ഏതൊക്കെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള പെർഫോമൻസ് ഏതൊക്കെയായിരുന്നു? ആദ്യത്തെ പെർഫോമൻസ് ആണ് സെൻസ ടെക്നോളജീസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ടാഴ്ച മുന്നെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. 520 രൂപയ്ക്കാണ് വാങ്ങിച്ചിരുന്നത്. അതിനുശേഷം അത് 535, 525, 535, 525 എന്ന റേഞ്ചിൽ ഒരുപാട് ദിവസങ്ങൾ അത് നമുക്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി തരികയുണ്ടായി. അതിനുശേഷം സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് ചെയ്ത് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 591 എന്ന നിലയിലാണ്. 596 പോയിട്ട് 591 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല എക്സലന്റ് റിട്ടേൺ തന്നു. ഏകദേശം 15% റിട്ടേൺ തന്നു. അപ്പോൾ അതാണ് ആദ്യത്തെ പെർഫോമർ. രണ്ടാമത്തെ പെർഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് ഒരാഴ്ച മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കാണ്. അത് 920 ഡിസ്കസ് ചെയ്തിരുന്നത്. അത് 1065 വരെ പോകുകയുണ്ടായി. അപ്പോൾ 15% റിട്ടേൺ ഒരു വെറും 7 ട്രേഡിംഗ് ഡേയ്സിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് തന്നിരിക്കുന്നത്. മറ്റേ സ്റ്റോക്ക് 15 ദിവസത്തിനുള്ളിൽ.
അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ 2 സ്റ്റോക്കുകളുടെ എൻ്റെ വ്യൂ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു ലൈക്ക് തന്നു, കാരണം 10,000-3000 വ്യൂല് ആ കൂടി കിട്ടുന്ന ലൈക്ക് 200-300 ലൈക്സ് ആണ്. അപ്പോൾ ഞാൻ കൂടുതൽ ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഒരു ലൈക്ക് ഇതിന് ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്നോളൂ. പിന്നെ കമന്റുകളും കുറഞ്ഞിട്ടാണ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ കമന്റ് ഇടുന്നേ, കാരണം താങ്ക് യു അല്ലെങ്കിൽ ഗുഡ് സ്റ്റോക്ക് whatever it is. അപ്പോൾ ആ കമന്റുകളും ലൈക്കുകളും പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സെൻസ ടെക്നോളജീസ് എന്ന കമ്പനിയിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ 585 എത്തിയപ്പോൾ പാർഷ്യലായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി സ്റ്റോക്ക് ലോങ് ടേമിന് വേണ്ടി ഹോൾഡ് ചെയ്യുകയാണ്. പിന്നെ ഏതാ നമ്മുടെ നോൺ പെർഫോമിംഗ് സ്റ്റോക്ക്? ഗബ്രിയേൽ ഇന്ത്യ 328 അപ്പോൾ ആ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ സ്റ്റോക്കിൽ എന്താണ് എൻ്റെ വ്യൂ? ഒരു ടെൻഷനും ഇല്ല, 100% നോ ടെൻഷൻ. കാരണം അത് എനിക്ക് തോന്നുന്നു 318, 322 ഒരു സപ്പോർട്ട് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടുന്ന് ബൗൺസ് ചെയ്യാനാണ് സാധ്യത. അതല്ലെങ്കിൽ ചിലപ്പോൾ 300, 305 വരെ പോയേക്കാം. ആ ലെവൽ പോയി കഴിഞ്ഞാൽ 300, 305 ലെവൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ബൈങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യത ആ റേറ്റിൽ ഉണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പവർ ഗ്രിഡിൽ ഒരു ചെറിയൊരു FNO പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ FNO പൊസിഷനിൽ 8,500 ആണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. സുഹൃത്തുക്കളെ, ഞാൻ FNO വീഡിയോ എല്ലാ ചൊവ്വാഴ്ചയും ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഒരു FNO പ്രൊമോട്ട് ചെയ്യാനുള്ള ചാനലല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ വളരെ വളരെ ഹൈ റിസ്കി ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. അപ്പൊ അത് അറിയാത്തവർ തീർച്ചയായിട്ടും ചെയ്യാതിരിക്കുക, ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എന്താണ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൽ നിന്ന് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് നിങ്ങൾ പഠിക്കാത്തടത്തോളം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ഒരിക്കലും ചെയ്യരുത്. ഒരുപാട് നഷ്ടസാധ്യതയുള്ള ഒരു ഫീൽഡാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഫ്യൂച്ചറും ഓപ്ഷനും ഓൾറെഡി ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ആ ഓപ്ഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. എന്തിനാണ് ഓപ്ഷൻ സ്ട്രാറ്റജി? ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ കോൾ വാങ്ങിക്കുന്നുണ്ടാവും, പുട്ട് വാങ്ങിക്കുന്നുണ്ടാവും, ഫ്യൂച്ചർ വാങ്ങിക്കുന്നുണ്ടാവും. ഇതിലൊക്കെ ഒരുപാട് പൈസ പോകാനുള്ള സാധ്യതകളുണ്ട്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കളികൾ നടക്കുന്ന ഏരിയയാണ്. പൈസ പെട്ടെന്ന് പോകും, നിങ്ങളുടെ ക്യാപിറ്റൽ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ആവും. അപ്പൊ ഈ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തരാനുള്ള ഉദ്ദേശം എന്താ? നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണത്. ഈ സ്ട്രാറ്റജിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടം കിട്ടും, ലാഭം ഉണ്ടാകാം, ചിലപ്പോൾ നഷ്ടം വരും. പക്ഷെ നഷ്ടം വന്നാൽ നിങ്ങളുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ട്യൂസ്ഡേ ഞാൻ ഈ സ്ട്രാറ്റജി ചെയ്യുന്നത്. ട്യൂസ്ഡേ ഒരു സ്ട്രാറ്റജി ചെയ്യും. കഴിഞ്ഞ അതിന് മുന്നത്തെ ആഴ്ച ചെയ്ത സ്ട്രാറ്റജിയിൽ എന്താണ് ഫലം അത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ആ സ്ട്രാറ്റജിയിൽ ഡേ ടു ഡേ എന്തൊക്കെയാണ് സംഭവിച്ചത് നിങ്ങളും പഠിക്കണം. ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതുമായിരിക്കും. ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പറായി സ്റ്റഡി ചെയ്യുക, ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെ ഉപദേശം തേടുക. അപ്പൊ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന സ്റ്റോക്ക് ആക്സിസ് ബാങ്ക് ആണ്. ഈ കമ്പനിയുടെ സ്റ്റോക്ക് ഞാൻ ഷോർട്ട് ടേമിനും മീഡിയം ടേമിനും വേണ്ടിയാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മൺഡേ ട്യൂസ്ഡേ ഈ സ്റ്റോക്ക് വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് ഒരു ഇതുവരെ കാര്യമായിട്ടൊന്നും പെർഫോം ചെയ്തിട്ടില്ല. രണ്ടാമത്തത് ഇപ്പോൾ ലാർജ് ക്യാപ്പിലേക്കാണ് ഫോക്കസ് കൂടുതലുള്ളത്. അപ്പോൾ ലാർജ് ക്യാപ്പിലേക്ക് ഫോക്കസ് കൂടുതലുള്ള അവസരത്തിൽ DISും FISും ഒക്കെ ഈ സ്റ്റോക്കിൽ നല്ല നിക്ഷേപം നടത്താനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തത് ഓൾറെഡി DISും FISും ഡിസംബർ ക്വാർട്ടറിൽ ഇതിൽ അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നല്ല ബുള്ളിഷ് മൊമെന്റമാണുള്ളത്. നിങ്ങൾ ഡെയിലി ചാർട്ട് ആയാലും ശരി, വീക്ക്ലി ആയാലും ശരി, മന്ത്ലി ചാർട്ട് ആയാലും ശരി, സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് മൊമെന്റമാണ് കാണപ്പെടുന്നത്. അപ്പൊ ഈ സ്റ്റോക്കിൽ ഞാൻ ഏകദേശം ഒരു 30% റിട്ടേൺ ആണ് ഒരു വർഷത്തെ ടൈം ഫ്രെയിമിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സുപരിചിതമായ സ്റ്റോക്ക് ആയതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.